സോ ഗൈസ്, നിങ്ങൾക്ക് തമിഴിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്ത് കൈൻഡ് ഓഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് അവർ 2025 റീസെറ്റ് റൊട്ടീൻ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതിൽ മെയിൻലി ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് തിങ് നമ്മളെ ഗോൾസ്, നമുക്ക് 2025 അച്ചീവ് ചെയ്യേണ്ട ഗോൾസൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കും. ദെൻ നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതാണ് ഗൈസ്. ദെൻ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമ്മളെ റൂമിൽ വെക്കാൻ പോകുകയാണ്. ഐ എം സോ ഹാപ്പി ഗൈസ്. സോ എന്തായാലും കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇൻട്രോ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടിയിട്ടില്ല. സോ നമുക്ക് ഇതിൽ കൂടി സംസാരിക്കാം. അപ്പോൾ 2025 റീസെറ്റ് ആയിട്ട് ഞാൻ ആദ്യം തന്നെ റൂം അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ച്. റൂമിൽ ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതിൻ്റെ 4 സൈഡിലും ഓരോ കെട്ടിട്ടെടുത്താൽ ബെഡിൻ്റെ ഉള്ളിൽ നിന്നത് പോരില്ല ഗൈസ്. അപ്പോൾ പുതിയ കിട്ടിയ ഐഡിയാസാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഞാൻ പുതിയ കമ്പിളി പുതപ്പെടുത്തു, ഓരോരോ റീസെറ്റാളേ. പിന്നെ എൻ്റെ ബെഡിൻ്റെ നേരെ മുകളിലൊരു തട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഷെൽഫുണ്ട്. പിന്നെ അതന്നെയാണോ പറയാൻ നിൽക്കാറില്ല. അത് ഞാൻ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഗൈസ് നിറയെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് തന്നെ ഞാനത് അങ്ങോട്ട് തുടച്ചെടുത്ത്. പിന്നെ എൻ്റെ 2 പ്ലാന്റ്സ് ഇതിൻ്റെ ടേബിൾ മേലാണ് ഞാൻ വെച്ചിരുന്നത്. ഇത് അങ്ങോട്ട് നേരെ മാറ്റി. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് വന്ന 2 വർഷം മുന്നുള്ള ബർത്ത്ഡേക്ക് വന്ന ഫ്രെയിമാണ്. അപ്പം ഞാനത് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഈ വ്ളോഗിൻ്റെ മെയിൻ തിങ്ങാണ് നമ്മളെ വിഷൻ ബോർഡ്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വിഷൻ ബോർഡ്. ഞാൻ കുറച്ച് മുന്നേ തന്നെ പ്രിൻ്റ് ചെയ്തെടുത്ത് വെച്ചിരുന്നു. ബട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ഞാനൊരു 3-4 പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വിഷൻ ബോർഡ് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം ഇപ്പം നമ്മൾ ഏതൊരു സോഷ്യൽ മീഡിയ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷൻ ബോർഡ് കൈൻഡ് ഓഫ് വീഡിയോസ് ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി കുറേ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ വരുന്ന വർഷത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഫോണിലായാലും ലാപ്പിൽ നമ്മൾ ഐപാഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ബട്ട് ഞാനിപ്പോൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അതിനെ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അധികം ചെറിയ ചെറിയ പ്രിൻസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ പിക്കായിട്ടാണ് അറേഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഫുള്ള് കട്ട് ചെയ്തെടുത്ത് വേസ്റ്റൊക്കെ അവിടെ നിന്ന് കളഞ്ഞ്. പിന്നെ ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റിലാണ്, ഇതൊരു 15 രൂപേൻ്റെ ഒരു നമ്മൾ ചാർട്ട് പോലത്തെ ഒരു ഷീറ്റാണ്. ഇച്ചിരി കട്ടി ഉണ്ടാവും. അപ്പോൾ ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്. നമ്മൾ ഈ ഫെവി സ്റ്റിക്ക് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് തന്നെ ആൾക്ക് പണി തന്ന പശ നല്ല കേട് വന്ന പശയായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ അപ്ലൈ ചെയ്ത പേപ്പറിൽ തന്നെ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് പോകുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് അതങ്ങോട്ട് ശരിയാക്കി. പിന്നെ തോണ്ടിത്തേക്കലായിരുന്നു ഗൈസ്. തുടക്കം തന്നെ മൂഞ്ചിന്ന് പറയാമല്ലോ, എന്ത് ചെയ്യുക. അങ്ങനെ ഫുള്ളങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ വലിയ ഷീറ്റിൽ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു, നേരെ ആ ഷീറ്റിൽ തന്നെ ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന്. ബട്ട് ഇപ്പം അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ, നമ്മളപ്പോൾ തോന്നണ്ടേ. അങ്ങനെ ഞാനിതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലം മുന്നേ തന്നെ ഈ വിഷൻ ബോർഡ് എന്നുള്ള സാധനം ഇങ്ങനെ കേൾക്കാറുണ്ട്. ബട്ട് ഞാനിത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാനിതാ അതിനൊരു മുൻതൂക്കം എടുത്ത് വന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് ഐ തിങ്ക് എനിക്ക് നമ്മളൊരു ആഗ്രഹം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധിക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ അതിന് ആഗ്രഹം വെക്കണ്ട ആദ്യം. അങ്ങനെ എൻ്റെ ലൈഫത്തെ ആഗ്രഹങ്ങൾ മൊത്തം ഞാനിതിൽ ഇതാക്കിയിട്ടുണ്ട്. എൻ്റെ ലൈഫ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ആഗ്രഹിക്കണതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് ആഗ്രഹിച്ച് അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സെൻറ്ററിലൊക്കെ ഓരോരോ ഗ്യാപ്പ് ഉണ്ട്, അതിലൊക്കെ ഞാൻ ചെറിയ പിക്ചേഴ്സ് വെച്ചിട്ട് അതും അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അവസാനമായിട്ട് വിഷൻ ബോർഡ് എന്നുള്ള ഒരു സംഭവം, പിന്നെ അതേപോലെ തന്നെ 2025 എന്ന് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാനിത് വെക്കണത് ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ നേരെ മുകളിൽ തന്നെ ചെറിയൊരു സ്പേസ്, നമുക്കിതിങ്ങനെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട്. വാപ്പനോട് ആദ്യം തന്നെ പറഞ്ഞങ്ങനെ ചുമരം ഒന്നും ഒട്ടിച്ച് വെക്കരുതെന്ന്. ആയതിനാൽ ഞാനതവിടെ അങ്ങനെ തറപ്പിച്ച് ഉറപ്പിച്ച് ഒരപ്പിലങ്ങോട്ട് വെച്ചു. പക്ഷെ എന്തായാലും വീഴും, അത് വേറെ കാര്യം. അങ്ങനെ ഗൈസ്, ഞാൻ അടുത്തത് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വിചാരിച്ചു. ഇതിൻ്റെ സൈഡിലുള്ള പാത്രം കുറേ കാലമായിട്ട് വരണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു സ്നേക്ക് പ്ലാന്റ് തന്നെ അല്ലേ, തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തി തരാം ഗൈസ്.
ഇത് തുറന്നാൽ കാണാൻ പോകുന്നത് കുറച്ച് നൊസ്റ്റാൾജിക് സാധനങ്ങളാണ്. ഇത് ഞാൻ കുറച്ച് മുന്നേ എൻ്റെ ജീൻസ് പാൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബുക്കായിരുന്നു. പിന്നെ ഞാൻ അതിന് മുന്നേ ഫ്രെയിമും അങ്ങനത്തെ കുറച്ച് ക്രാഫ്റ്റ് പരിപാടി ഉണ്ടായിരുന്നു, അന്ന് മേടിച്ച് വെച്ച കുറേ സാധനങ്ങൾ. പിന്നെ വാമ്പെയിൻസ്, അത് ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉണ്ടാക്കിയൊരു ബുക്കാണ്. എന്ത് ബുദ്ധിയില്ലായ്മയിൽ ഉണ്ടാക്കിയതാണെന്നുള്ളതൊക്കെ അറിയില്ല. പിന്നെ ഞാൻ 2 പുതിയ ചട്ടി അത് മേടിച്ചിരുന്നു, കുഞ്ഞു ചട്ടി. പിന്നെ അതിൽ ഒന്നിലൊരു കാക്ടസും പിന്നെ ഒന്നിൽ വേറെ എന്തോ ഒരു ചെടിയും കൂടി സെറ്റ് ചെയ്ത് വെച്ച് അതും ടേബിളിൽ സെറ്റാക്കി. പിന്നെ ഇതാണ് ഡെയിലി പ്ലാനർ. ഞാൻ കുറേ കാലമായി മേടിക്കണം എന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു. പിന്നെ മന്ത് പകുതി ആകുമ്പോൾ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ല ഇയർ പകുതി ആകുമ്പോൾ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ മീഷോന്ന് ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഡെയിലി പ്ലാനർ മേടിച്ച് ജസ്റ്റ് 160 എന്തോ ഉള്ളൂ. പിന്നെ സെയിം പേജസാണ് ത്രൂ ഔട്ട്, എല്ലാ പേജസും സെയിം ആണ്, മാറ്റങ്ങളൊന്നുമില്ല. അതിൽ തന്നെയാണ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡെയിലി പ്ലാനറാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ നൊസ്റ്റാൾജിക് സാധനം. ഇത് ഞാൻ 2 വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു ജേണലാണ്. നമ്മൾ സാധാ A4 ഷീറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. ഫസ്റ്റ് തന്നെ വയനാട് ഡേയ്സ്, ഞാൻ ഫസ്റ്റായിട്ട് വയനാട് പോയ അനുഭവങ്ങളൊക്കെ എഴുതി. മലയാളത്തിലാണ്, നമ്മൾ മാതൃഭാഷ മലയാളമാണല്ലോ. പിന്നെ NSS ക്യാമ്പിൽ ലീഡർഷിപ്പ് ക്യാമ്പിന് അറ്റൻഡ് ചെയ്തത്, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി എഴുതി. അങ്ങനെ ഞാനൊരു ഫസ്റ്റായിട്ട് ഞാൻ ജേണലിൽ എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസും കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ബുക്കായിരുന്നു. അതിൻ്റെ ശേഷം ഇത് നോക്കിയാലൊരു ജേണൽ എന്ന് പറയാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല, എന്നാലും അത് പിന്നെ ഇന്നൊരു ജേണൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ് ഞാൻ പണ്ട് ഫ്രെയിമൊക്കെ ചെയ്തപ്പോൾ ഉള്ളത്. പിന്നെ വാമ്പെയിൻസ്, ഇത് ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉണ്ടാക്കിയൊരു ബുക്കായിരുന്നു. ഇതെന്താണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പിന്നെ പണ്ടൊക്കെ ഞാൻ ക്രാഫ്റ്റ്സിൽ ഭയങ്കര സ്കില്ലുള്ള ആളായിരുന്നു. അത് കണ്ടാൽ മനസ്സിലാവും എൻ്റെ സ്കില്ല് എത്രത്തോളം വളർന്നു നിൽക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ പണ്ടത്തെ കാലങ്ങൾക്കൊന്നും ഞാൻ കടന്നുപോയി ഗൈസ്. പിന്നെ ഇത് RT ഹിനു എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് സെൻഡ് ചെയ്ത് തന്നൊരു കലണ്ടറാണ്. 2025 കസ്റ്റമൈസറാണ്. നിങ്ങൾ പിക്ചേഴ്സൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഈ ലിങ്കും കാരണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. അടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ചില വീഡിയോസിലൊക്കെ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുന്ന ബുക്കാണ്. നൈസായിട്ട് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതിയ ഭാഗം അതിന് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് ഞാനൊരു ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു സ്റ്റാർട്ടപ്പ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ വേറെ ബുക്കൊന്നും മേടിക്കാൻ നിന്നില്ല, അല്ലെങ്കിൽ വേറെ ജേർണലിങ് ചെയ്യണ ബുക്കും കാര്യങ്ങളൊന്നും ഞാൻ മേടിക്കാൻ നിന്നില്ല. എൻ്റെ അടുത്തുള്ളിൽ തന്നെ ഞാനൊരു നമുക്ക് നോക്കാം, ഞാൻ ഇനിയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയൊരു ജേർണലിങ് ബുക്ക് മേടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിന് നൈസായിട്ട് ഞാൻ ആ ചെയ്ത് വെച്ചിരുന്ന പേജസും കാര്യങ്ങളൊക്കെ കീറിയിട്ട് ഇത് ഞാൻ എൻ്റെ ജേർണലാക്കി മാറ്റി. അപ്പോൾ ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഇപ്പോൾ അടുത്തൊരു കഫേയിൽ ജസ്റ്റ് ഒരു കഫേ ഡേറ്റിന് വേണ്ടി പോയിരുന്നു, ഞങ്ങൾ 3 പേരും കൂടി. അപ്പോൾ ഞാൻ അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പണ്ടിൻ്റെ ഒരു കലാവിരുദ്ധമാണ്, നമ്മളെ പേപ്പറൊക്കെ കോഫിയിൽ മുക്കിയെടുത്തിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ അതിനും കുറച്ച് എസ്തെറ്റിക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അതിനൊരു പേജൊക്കെ കട്ട് ചെയ്ത് അത് നമ്മൾ ഈ ബുക്കിൽ ഒട്ടിച്ച്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ 3 പേരും കൂടി നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ് ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിരുന്നത്, അതും അതിലൊട്ടിച്ച്. പിന്നെ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ ഉണ്ടാവും സ്റ്റിക്കേഴ്സ് അടിച്ചാൽ നമുക്ക് കുറേ സ്റ്റിക്കേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും, അതും നമുക്ക് പ്രിൻ്റ് ചെയ്താൽ ഇതിൽ നമ്മൾ ജേർണലിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ അങ്ങോട്ട് എഴുതി. എന്താ എഴുതിയെന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്, കാരണം എനിക്ക് തന്നെ അറിയില്ല. അപ്പം എന്തൊക്കെയോ തോന്നി അതൊക്കെ എഴുതി. കുറേ വയ്യും വേറും വെന്നൊക്കെ ഉണ്ട്, എന്തിനാണോ എന്തോ. പിന്നെ നമ്മൾ ക്യാൻഡിൽ ഒക്കെ കത്തിച്ചിട്ടാണ്, ബിക്കോസ് നമ്മളെ റൊമാൻറ്റിസൈസിങ് ആ ഒരു മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പാട്ടൊക്കെ വെച്ചിരുന്നു, പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി, ക്യാൻഡിൽസ് ഉണ്ടല്ലോ. അങ്ങനെ അവസാനം ലെറ്ററിൽ എഴുതുന്ന പോലെ വിത്ത് ലവ് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അത് ജേർണലിങ് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി ഗൈസ്. പിന്നെ ഉള്ളത് കബേർഡാണ്, അത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം, കാരണം കഴിഞ്ഞ ഏതോ വീഡിയോക്കും വേണ്ടിയിട്ടാണ് ഞാൻ കബേർഡ് വൃത്തിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ വീഡിയോക്കും വേണ്ടിയിട്ട് പാൻ്റ് ഇടും, അങ്ങനെ ഊരി വെക്കും, അതവിടെ ഷർട്ടിടും, ഊരി വെക്കും, അങ്ങനെ അവിടെ വെക്കും. എന്താ ചെയ്യുക, ഒരു വൃത്തിയില്ല, അങ്ങനത്തെ വേണം പറയാൻ. പിന്നെ നമ്മളെ ബെഡിൻ്റെ മുകളിലെ ഷെൽഫിൽ നിന്ന് കുറച്ച് നമ്മളെ ട്രോഫിയൊക്കെ എടുത്ത് മാറ്റി, അതൊക്കെ ഒരു കവർക്ക് എടുത്ത് വെച്ച് സെറ്റാക്കി. പിന്നെ ഞാൻ എപ്പോഴും വീട്ടിലിടുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു പോർഷൻ എപ്പോഴും മെസ്സായിട്ടൊക്കെ എടുക്കില്ല, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഫുൾ ഒക്കെ സെറ്റാക്കി വെച്ചു. ഇപ്പോൾ ടേബിൾ സെറ്റായി, കബേർഡ് സെറ്റായി, നമ്മൾ
നമ്മൾ സെറ്റാക്കി വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ ഷെൽഫ് സെറ്റാക്കി വെച്ചു. പിന്നെ കുറച്ച് പ്ലാന്റ്സൊക്കെ നമ്മൾ റൂമിൽ കൊണ്ടുവന്ന് വെച്ച്, പിന്നെ ടേബിളിന്മേൽ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളുണ്ടായി, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി വെച്ചു. പിന്നെ നമ്മൾ പ്ലാന്റ്സ് 2 കൊണ്ടുവന്ന് വെച്ചില്ല, അതിലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ഗൈസ് ഞാൻ ഗോളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങനെ ഒരു സൈഡിൽ ഗോൾസും, പിന്നെ ആ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ നല്ല ഹാബിറ്റ്സും ആണെന്നുള്ളതും നമ്മൾ സൈഡിലായിട്ട് എഴുതി കൊടുത്തു. ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അങ്ങനത്തെ ഒരു ആളാവട്ടെ, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് എനിക്ക് വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു ഗൈസ്. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. പിന്നെ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾ 2024 2025 കാണാൻ പോകണമെന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് വിചാരിക്കും. ആൻഡ് ഗൈസ്, ഇതാണ് നമ്മളെ വിഷൻ ബോർഡിൻ്റെ ഔട്ട്ലുക്ക്. ഇതിൽ മാക്സിമം എനിക്ക് അച്ചീവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ട്രാവൽ ബേസ്ഡ് ആയിട്ടുണ്ടെങ്കിലും, സ്റ്റഡീസ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിലും, ഫിനാൻഷ്യലി അത്, പിന്നെ കുറേ കാര്യങ്ങൾ ലൈഫിൽ മാറ്റം വരുത്തേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഇൻസ്പയറിങ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് മേ ബി എല്ലാ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, നമ്മളതിന് ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ജേർണൽ, കുറച്ച് വൃത്തിക്ക് ഉണ്ടാക്കിയൊരു ജേർണൽ ഇതാണ്. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സജഷൻസ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.